റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ താൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ US സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ആനുപാതികമായി യൂറോപ്പും റഷ്യക്കെതിരെ പ്രവർത്തിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുവാനും ഉപരോധം ഏർപ്പെടുത്തുവാനും ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അത് തനിക്ക് ഇഷ്ടമല്ല. അവർ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ അത്ര ശക്തമല്ല. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ താൻ തയ്യാറാണ്. പക്ഷേ അതിന് ആനുപാതികമായി യൂറോപ്പും ഉപരോധങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുവരെ ചൈനയ്ക്കുമേൽ 50 മുതൽ 100% തീരുവ വരെ ചുമത്താനും നിർദ്ദേശിച്ചു. മാരകവും എന്നാൽ വിഡ്ഢിത്തവുമായ യുദ്ധമെന്നാണ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ വിശേഷിപ്പിച്ചത്. റഷ്യയ്ക്കുമേൽ ചൈനയ്ക്ക് ശക്തവും നിയന്ത്രണവുമായ പിടിപാടുണ്ട്. നാറ്റോ ഒരു സംഘമായി ചൈനയ്ക്കുമേൽ 50% മുതൽ 100% വരെ തീരുവ ചുമത്തുന്നത് ഇത് തകർക്കും. യുദ്ധം അവസാനിച്ചതിനു ശേഷം തീരുവ പൂർണ്ണമായും പിൻവലിക്കാവുന്നതാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം G7 രാജ്യങ്ങളുടെ യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ തീരുവ ചുമത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. കനേഡിയൻ ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന G7 രാജ്യങ്ങളുടെ യോഗത്തിലാണ് അമേരിക്കൻ പ്രതിനിധി ഈ ആവശ്യം ഉന്നയിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തണമെന്നായിരുന്നു G7 സഖ്യകക്ഷികളോട് അമേരിക്ക ആവശ്യപ്പെട്ടത്. ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്തണമെന്നും ട്രംപ് യൂറോപ്യൻ യൂണിയനോടും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. US വിപണിയുടെ നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യ എന്നാൽ അവിടെ നിന്നുള്ള കയറ്റുമതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് ആരോപിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന വ്യാപാര നിലപാടിനെ ഉന്നം വെച്ച് ലുട്നിക് കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ലെന്നും വിമർശിച്ചു. 140 കോടി ജനങ്ങളുണ്ടെന്ന് ഇന്ത്യ വീമ്പ് പറയുന്നു. എന്തുകൊണ്ടാണ് 140 കോടി ജനങ്ങൾ ഒരു ബുഷേൽ അമേരിക്കൻ ചോളം പോലും വാങ്ങാത്തത്? അവർ എല്ലാം നമുക്ക് വിൽക്കുകയും നമ്മുടെ ചോളം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് ചൊടിപ്പിക്കുന്നതല്ലേ? അവർ എല്ലാത്തിനുമേൽ തീരുവ ചുമത്തുകയാണെന്നും ലുട്നിക് പറഞ്ഞു. ഇന്ത്യ തീരുവ കുറച്ചേ മതിയാകൂ എന്നും അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ, കാനഡ, ബ്രസീൽ തുടങ്ങിയ സഖ്യകക്ഷികളുമായുള്ള ബന്ധം വ്യാപാര തീരുവകളിലൂടെ അമേരിക്ക വഷളാക്കുകയാണോ എന്ന ചോദ്യത്തിന് ലുട്നിക്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ബന്ധം ഏകപക്ഷീയമാണ്. അവർ ഞങ്ങൾക്ക് വിൽക്കുകയും ഞങ്ങളെ മുതലെടുക്കുകയും ചെയ്യുകയാണ്. അവർ അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങളെ തടയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച അഭിമുഖത്തിനിടെയായിരുന്നു ലുട്നിക്കിന്റെ പരാമർശം.